അയ്യോ അത് ചേച്ചിയാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വിളിക്കേ. ഹലോ ഹലോ, ഇത്തവണ നമുക്ക് ആ കമ്മീഷണറെ വെറുതെ വിടാം. എന്തു പറ്റി? പരമശിവം, ആ കമ്മീഷണർ ചത്തെന്ന് കരുതിയ പിള്ളേര് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ആ കാസറ്റിന്റെ കാര്യം അവർ ശ്രദ്ധിച്ചില്ല. നമുക്ക് അന്വേഷിക്കാം. രാജമാത്യുവിന്റെ വീടും സംഭവം നടന്ന സ്ഥലവും മറ്റും തെളിവെടുപ്പിനായി ഞാൻ കാണുന്നുണ്ട്. എല്ലാം രഹസ്യമായിരിക്കണം. ആ കാസറ്റിൽ പറഞ്ഞത് നാളെ ജനമറിഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്ന് എന്നെക്കുറിച്ച് കൽപ്പിച്ചിട്ടുള്ളത് സർവനാഥനായ ദൈവം തന്നെ. പരിച്ചേർന്ന പുണർച്ചവന്റെ മൊത്തത്തോടുകൂടി ക്ഷോഭിച്ചുകൊണ്ട് നിന്നെ വിളിച്ചുണർത്തി തന്റെ വലത്തുഭാഗത്ത് സാറേ, അനിയത്തി അമേരിക്കന്ന്. ഹലോ. ആ മോളെ, ലയിച്ചാനൊന്നുമില്ല. നീ ഇതിങ്ങനെ എപ്പോഴും വിളിക്കൊന്നും വേണ്ട. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ആ വേണ്ട വേണ്ട, നീ ഓടി പിടിച്ച് വരുമൊന്നും വേണ്ട. ആ മല്ലി വാ. ബുദ്ധിമുട്ടായി അല്ലേ? ഏയ് സാരില്ല, ഇരിക്കേ. ആരാ ഇത് ചെയ്തേന്ന് അറിയാം, ശരിക്കറിയാം. പരമശിവം.
ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ക്രിമിനൽ. അവനെതിരെ നീങ്ങിയതിന്റെ പ്രതികാരം. എന്റെ സോഫി, എന്റെ കുഞ്ഞ്. മറക്കില്ല ഞാൻ ആ മുഖങ്ങൾ, വിടില്ല ഞാൻ അവരെ. ആകെ ഉണ്ടായിരുന്നൊരു തെളിവ്, അത് നഷ്ടപ്പെട്ടതിൽ എനിക്ക് വിഷമമുള്ളൂ. എല്ലാത്തിന്റെയും പിന്നിൽ അയാളാണ്, പരമശിവം. സാർ എന്നോട് ക്ഷമിക്കണം. ഏയ്, എന്താ മല്ലിയത്? എന്തു പറ്റി? ഞാനൊരാൾ കാരണം സാർ അവർ മരിച്ചത്. ആരെ? ബൈ ദ പീപ്പിൾ. പരമശിവത്തെ പറ്റി സാർ അന്ന് പറഞ്ഞ രഹസ്യം മുഴുവൻ ഞാൻ അവരോട് പറഞ്ഞു പോയി. പോട്ടെ മല്ലി, കഴിഞ്ഞില്ലെല്ലാം. നേര് പറഞ്ഞാൽ അവരെ എതിർക്കുമ്പോഴും പിടിക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാം അറിയാതെ ഒരിഷ്ടം, ഒരു ബഹുമാനം മനസ്സിൻ്റെ ഒരു കോണിൽ എനിക്ക് അവരോടുണ്ടായിരുന്നു. ഇനി ഞാനും പോവുകയാണ്. പോകേ? എങ്ങോട്ട്? ജയിലിലേക്ക്. ഇരുമ്പഴികൾക്ക് പുറത്ത് ഒരു തടവ് ശിക്ഷ. ആർക്കാണോ ഞാൻ മൂലം തടസ്സം, അവരെല്ലാം തീരുമാനിച്ച ഒരു തസ്തിക മാറ്റം. പക്ഷേ ഞാൻ വരും നിങ്ങളെ കാണാൻ. He is our target. സർ, ഇത് ഗ്രേറ്റ് വണ്ടർ അമ്യൂസ്മെന്റ് പാർക്കിലെ പുതിയ റോളർ റൈഡ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഐ ജി നാളെ വൈകിട്ട് 4 മണിക്കോടെ എത്തും. വലിയ സ്പീഡിലൊന്നും വിടണ്ട കേട്ടോ. ഐ ജി ആണെങ്കിൽ ഞാനൊരു പാവത്താനാണേ. പേടിക്കണ്ട സാർ, ഒരു ചെറിയ സ്പീഡേ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ആ, എന്താന്ന്? ഓ, അസ്തലവിസ്ത. അയാൾ ഒറ്റയ്ക്ക് റൈഡ് ചെയ്താണ് ഇത് ഉദ്ഘാടനം ചെയ്യുക. അതിന് മണിക്കൂറുകൾക്ക് മുൻപ് അയാളുടെ അന്ത്യകർമ്മ ചടങ്ങുകൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. താഴെയുള്ള മെഷീനിലെ ഉരുക്ക് ചങ്ങലയുടെ മുറുക്കമാണ് ആ റൈഡിന്റെ വേഗം നിയന്ത്രിക്കുക. കുതിരയുടെ കടിഞ്ഞാൺ പോലെ. അതിലേതെങ്കിലും ഒരു കണ്ണിയുടെ പാതിയെങ്കിലും മുറിക്കാൻ കഴിഞ്ഞാൽ മണിക്കൂറിൽ 40 കിലോമീറ്ററാണ് റൈഡിന്റെ വേഗം. ആ വേഗത്തിൽ അത് രസകരമായ ഒരു തമാശക്കളി മാത്രം. പക്ഷെ വേഗം കൂടിയാൽ the rest is destiny. പാലത്തിന്റെ പണി അത് നമ്മുടെ പുതിയ ഞങ്ങള് രണ്ടാളും അവരുടെ സൈഡാ.
രണ്ടാളോ? ഞാനും പിന്നെ ദേ ഈ കുഞ്ഞു പോലീസും.